നമ്മുടെ തൃശ്ശൂർ ചെമ്പുകാവ് മ്യൂസിയത്തിന് മുമ്പിലുള്ള കുറേ ഏരിയകളിൽ വെള്ളം കയറിയിട്ട് ആ ഏരിയ മൊത്തം ഏകദേശം മുങ്ങിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ വയസ്സായ ആൾക്കാരും എന്താ പറയുക വയ്യാത്ത ആൾക്കാരും കുട്ടികളൊക്കെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 2-3 വണ്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താ അവസ്ഥ എന്നറിയില്ല, പോയി നോക്കി നോക്കാം നമുക്ക്. നമ്മുടെ വണ്ടി വെള്ളത്തിൽ ഇറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, സ്നോർക്കലുള്ള വണ്ടി ഇറക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. അഥവാ നിങ്ങൾക്ക് സ്നോർക്കലില്ലെങ്കിൽ വണ്ടിയുടെ ഫിൽറ്റർ ഇരിക്കുന്നതിൻ്റെ മേലേക്ക് ഒരിക്കലും വെള്ളം കയറുന്ന രീതിയിൽ വണ്ടി ഓടിക്കരുത്. പിന്നെ മാക്സിമം പതുക്കെ ഓടിക്കുക. ഇപ്പോൾ ഞാൻ ഈ ഓടിക്കുന്ന സ്പീഡ് ഉണ്ടല്ലോ, ആ ഒരു സ്പീഡിൽ ഓടിക്കാൻ പാടുള്ളൂ. സ്പീഡിൽ പോകുമ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ ഉള്ളിലേക്ക് വെള്ളം അടിച്ച് കയറാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ റേഡിയേറ്റർ ഫാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണി കിട്ടും. അപ്പോൾ ഒരിക്കലും സ്പീഡിൽ ഓടിക്കരുത്, പതുക്കെ ഈ ഒരു സ്പീഡിൽ വണ്ടി ഓടിക്കുക. ഞാനിപ്പോൾ 4LLC ഇട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് കുറച്ച് സേഫ്. അതാകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പെട്ടാലും രക്ഷപ്പെടാൻ എളുപ്പമാണ്. പരമാവധി വെള്ളത്തിൽ വെച്ചിട്ടുള്ള ഗിയർ ചേഞ്ചിങ് പരിപാടികൾ ഒഴിവാക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഗിയർ ബോക്സിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. വണ്ടി ഒരിക്കലും വെള്ളത്തിൽ വെച്ച് ഓഫ് ചെയ്യരുത്. ഒരേ RPM മാക്സിമം വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. എല്ലാരും പാക്കിങ് തുടങ്ങി ഇറക്കി. നമ്മുടെ പീച്ചി ഡാം തുറന്നു വിട്ട കാരണമാണ് ഇത്രയധികം ഇവിടെ വെള്ളം പൊന്താനുള്ള കാരണം ഉണ്ടായിട്ടുള്ളതെന്ന് തോന്നുന്നത്. ഈ പാലത്തിൻ്റെ മേലെ കൂടെ ഒക്കെ നല്ല കുത്തി ഒലിച്ച വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൂസിനോട് ഫ്രണ്ട് പറഞ്ഞ അതെ ചേട്ടാ ഡിക്കിയിലൊക്കെയാ നോക്കുകയാണെങ്കിൽ. ചേട്ടാ ഒന്ന് പറഞ്ഞോ. അതെ ഏക്കയുടെ വണ്ടി അപ്പൊ ഓടിച്ചു കിട്ടും ഇവിടെ നോക്കിയ. നമ്മുടെ വണ്ടിയിൽ കയറിയിട്ടുള്ള ആ ചേച്ചിക്ക് തീരെ വയ്യ, പനിയാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അവരുടെ വണ്ടി റൂട്ടിലുണ്ട്, അവിടേക്കൊന്ന് എത്തിച്ചു കൊടുക്കണം. ഫയർഫോഴ്സുകാർ ഓൾറെഡി വന്നിട്ടുണ്ട്. അവർ 2 ബോട്ട് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ബോട്ട് വലിച്ച് കൊണ്ടുപോയിട്ട് ഓരോ സ്ഥലത്തു നിന്ന് കൊണ്ടുവിടെ എത്തുമ്പോഴേക്കും കുറേ സമയം പിടിക്കും. നമ്മുടെ വണ്ടിയിലാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് സ്പീഡിൽ ചെയ്യാം. നമ്മുടെ വട്ടോളേട്ടൻ രാവിലെ തന്നെ ഏകദേശം പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഒരു 10-12 ഫാമിലീസിനാൾ ട്രിപ്പ് അടിച്ച് കഴിഞ്ഞു ഇപ്പോൾ.
ആ നേരെ വന്നോ. സംഭവം ഇത് 2 വീലർ ഡ്രൈവിലൊക്കെ വളരെ ഈസി ആയിട്ട് കയറിപ്പോവും. പക്ഷേ നമ്മളും നമ്മുടെ വണ്ടിക്കൊക്കെ ഒരു സേഫ്റ്റി നോക്കണമല്ലോ. അത് കാരണമാണ് 4 വീലർ ഡ്രൈവിൽ കിട്ടത്. അങ്ങനെ പറഞ്ഞു കൊടുക്ക ചേട്ടാ. ആ ചേട്ടൻ പറഞ്ഞാലൊരു കാര്യമുണ്ട്. നമ്മളിങ്ങനത്തെ വെള്ളത്തിൽ ഇപ്പോൾ വെള്ളം കുറവിലൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം വെള്ളം ഒഴുക്ക് ഉണ്ടെങ്കിൽ ഭാരം ഉള്ള വണ്ടികൾ ഇറക്കായിരിക്കും ഏറ്റവും നല്ലത്. ഭാരം കുറഞ്ഞ വണ്ടികൾ ഇറക്കി കഴിഞ്ഞാൽ ഒഴുകി പോകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ശ്രദ്ധിച്ചോളൂ. ആളുകൾ കുറേ പേര് നടന്നു പോകുന്നുണ്ട്. നമ്മൾ വയ്യാത്ത ആൾക്കാരും വയസ്സായിട്ടുള്ള ആൾക്കാർ കുട്ടികളൊക്കെയാണ് മെയിനായിട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുവരണുള്ളൂ. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ കുറച്ചുകൂടി ആൾക്കാർ നിൽക്കണമെന്ന് തോന്നണം. അങ്ങോട്ട് പോകേണ്ടി വരും. ക്ലിപ്പ് ക്ലിപ്പ് ഉണ്ണിയാ ക്ലിപ്പ് എടുത്തേ. അപ്പുറത്തെ സൈഡിൽ കുറച്ച് കുട്ടികളും വയ്യാത്തൊരു ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളങ്ങോട്ട് ഒന്ന് പോയിട്ട് എന്താ അവസ്ഥ നോക്കട്ടെ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വണ്ടി ഇറക്കുമ്പോൾ പണി കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെ വേണം എല്ലാവരും വണ്ടി ഇറക്കാൻ. എപ്പോൾ വേണമെങ്കിലും എന്ത് പണിയും കിട്ടും. നമ്മളതൊക്കെ തയ്യാറായി കണ്ടറിഞ്ഞിട്ട് തന്നെ ഇറക്കിയിട്ടുള്ള കേട്ടോ വണ്ടി. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറി പൊക്കോളും. ഇനി നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മൾ പോകുന്ന വഴി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ വഴി അറിയാവുന്ന ഒരാളെ നിങ്ങളുടെ കൂടെ എന്തായാലും വേണം. അല്ലെങ്കിൽ സത്യം പറയാൻ നിങ്ങൾ പെട്ടുപോകും. പുഴ ഏതാ കായൽ ഏതാ തോടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. മുന്നിൽ പോയ വട്ടോളിയാട്ടം ഇങ്ങനെ പെട്ടെന്ന് പടച്ചു പോകുന്നു നമ്മൾ വിചാരിച്ചില്ല. എനിക്കാണെങ്കിൽ ഈ വഴിയെക്കുറിച്ച് വലിയ ധാരണയില്ല. ഓ ആൾക്കാർ കഷ്ടപ്പാടില്ലേ പട്ടികളെ കൊണ്ടുവച്ച് വരുന്നത്. അവിടെ ഒരു സ്കോർപ്പിയോ പെട്ടെടുക്കുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെയാണ് ശരിക്കും നമ്മൾ പെടാൻ പോണത്. എങ്ങോട്ടാ എങ്ങനെ തിരിയേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. വഴി അതൊന്നും മനസ്സിലാവണില്ലേ. വണ്ടിയുടെ ഉള്ളിലേക്കൊക്കെ നൈസായിട്ട് വെള്ളം കയറിയുണ്ട്. ഈ സൈഡില്ല. ഓക്കെ. അവിടെ ആളവിടെ അങ്ങടെ ഇങ്ങടെ വഴി നമുക്ക് കുറച്ച് ഫ്രണ്ട് പോയിട്ട് ലെഫ്റ്റ്. ഇതല്ലേ ഏട്ടാ ഇല്ലേ? വട്ടോളിയുണ്ടോ വണ്ടി? ഒരു ഫാൻ ബെൽറ്റ് ഉണ്ട്, നല്ല സൗണ്ട് വരുന്നില്ലേ? അപ്പെടുത്തുന്നുണ്ടോ? അപ്പൊ ഇത് മാറ്റി ബാക്കിൽ അല്ല ഇത് മാറ്റി ഡിക്കൂർ കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ ഫ്രണ്ട്
അടുത്ത ട്രിപ്പിൽ ഈ ചേച്ചി കൈ ഇതായ കാരണം ആ ചേച്ചിനെ ഇറക്കണം പിന്നെ മടക്കി കേട്ടണ്ട കാരണം സ്ഥലം നോക്കിയൊക്കെ പതുക്കെ പോട്ടെ വഴി അറിയില്ല ഫ്രണ്ട് സീറ്റിൽ ഒരു ചേച്ചി തളർന്നു വീണ് കിടക്കുന്നുണ്ട്. ആ ചേച്ചീനെ എല്ലാവരും താങ്ങി പിടിച്ചിട്ട് വണ്ടിയിൽ കയറ്റിയിട്ടില്ല. ആ ചേച്ചിയുടെ മോനാണ് സൈഡിലായിട്ടിരിക്കുന്നത്. ഞാനിനി കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ വന്നിട്ടുള്ള കുറേ കമൻറ്റുകൾ, ഇതിനെക്കുറിച്ചാണ് ഞാൻ വീഡിയോ ഇട്ടത്. അതിൽ വന്ന കുറച്ച് കമൻറ്റുകൾ ഞാൻ പറയാം. ഇതൊക്കെ ഉണ്ടാവാൻ കാരണം പാടങ്ങൾ നികത്തി വീട് വെച്ച കാരണം തന്നെയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ അത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. നമ്മളത് പരസ്പരം കുറ്റപ്പെടുത്തി ചീത്ത പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല. ഇതിനൊരു പരിഹാരം നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിൽ വന്ന കുറച്ച് കമൻറ്റുകളിൽ മെയിനായിട്ട് ആൾക്കാർ പറയണത്, കുറച്ച് എനിക്ക് നല്ലതെന്ന് തോന്നിയ കാര്യങ്ങൾ, നമ്മുടെ ഈ തോടുകൾ കാനകളിലൊക്കെ ആഴം കൂട്ടുക, പിന്നെ നമ്മുടെ ഈ പുഴയിൽ നിന്നുള്ള മണൽ വാരൽ അത് വീണ്ടും തുടങ്ങുക. കുറേ സ്ഥലങ്ങളിലൊക്കെ പ്രോപ്പറായിട്ട് കാനകൾ വൃത്തിയാക്കാത്ത കാരണം തന്നെയാണ് ഈ വെള്ളം പൊന്തുന്നത്. അതൊക്കെ ഒഴുക്കി വിടാനുള്ള വഴികൾ കണ്ടെത്തി കഴിഞ്ഞാൽ കുറേയൊക്കെ പരിഹാരം ആവും. ഈ പ്രാവശ്യം ഇവിടെ എത്രയധികം വെള്ളം പൊന്താനുള്ള കാരണം നമ്മുടെ പീച്ചി ഡാം ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം 10-70 ഇഞ്ചോളം പൊക്കി. ഇതൊക്കെ കുറച്ച് മുൻകൂട്ടി കുറച്ച് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആൾക്കാർ അത് കമൻ്റായിട്ട് ഇടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റാക്കി ഇടുക. വെറുതെ നമ്മൾ പരസ്പരം കുറ്റം പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. പുതിയ അടുത്ത വഴികൾ കണ്ടുപിടിക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ചേച്ചി കൈ വയ്യ, കൈ ഇത് ചേച്ചി കൈ വയ്യ, ഈ ചേച്ചിക്ക് ഒന്ന് പിടിച്ചെറിയാം. നമ്മുടെ വണ്ടിക്ക് വെള്ളത്തിൽ ഓടിച്ചപ്പോൾ നല്ല കൊടച്ചിലുണ്ടായിരുന്നു. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിൽറ്റർ ചെക്ക് ചെയ്യാണ്. വെള്ളം കയറാൻ സാധ്യത 90% ഇല്ല. കാരണം നമുക്ക് സ്നോർക്കലുണ്ട്. എന്നാലും ഒന്ന് നോക്കണമെന്ന് മാത്രം. ഫിൽറ്റർ കണ്ടില്ലേ, പക്കയാണ്, ഒരു കുഴപ്പമില്ല. അവിടെ നിന്ന് ഇറങ്ങി നേരെ വർക്ക്ഷോപ്പിൽ കയറ്റി വണ്ടിയിൽ ഓയിൽ കുറച്ച് ചോർത്ത് വെക്കി. വെള്ളം ഉണ്ടോ നോക്കി, വെള്ളമൊന്നുമില്ല, ഒക്കെ പക്കയാണ്. അതിൻ്റെ ഹൗസിങ് ഓയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഒരു തരി വെള്ളം വണ്ടിയുടെ ഉള്ളിൽ കടന്നിട്ടില്ല കേട്ടോ. ശരിക്കും എൻ്റെ ആ വീഡിയോ കണ്ടറിയാം, വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ മുഖം അത്ര തെളിഞ്ഞിട്ടല്ല ഇരിക്കുന്നത്. കാരണം എൻ്റെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവാൻ പോണ പോലെ ഇരുന്ന് നിൽക്കേണ്ടത്. അത് പണി കിട്ടാനുള്ള സാഹചര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയുടെ ഗിയർ ബോക്സിൻ്റെ അടിയിൽ 2 ബൂട്ട് വരുന്നുണ്ട്. അതിലൊരു ബൂട്ട് എൻ്റെ വണ്ടിക്ക് ഉണ്ടായിരുന്നില്ല. ആ ബൂട്ട് ഞാൻ കഴിഞ്ഞ സർവീസിന് കൊടുത്തപ്പോൾ ഇടാൻ പറഞ്ഞിരുന്നു. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇടാൻ മറന്നു തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ക്ലച്ചിലേക്കും ഫ്ലൈ വീലിലേക്കും വെള്ളം കയറി. പിന്നെ ഒന്നും പറയണ്ടല്ലോ എൻ്റെ അവസ്ഥ. വെള്ളമൊന്നുമില്ല, വെള്ളമായിട്ടില്ലേ? ആ ക്ലച്ചിന്റെ അവിടുത്തെ ആ ബുഷ് ഇല്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ വെള്ളം കയറുന്ന ഈ കുടച്ചില് അടിപൊളി. നമ്മുടെ വണ്ടിയിൽ കണ്ട നിറച്ച് വെള്ളം. അപ്പൊ അതേ ഒന്ന് സൺബാത്ത് ചെയ്യാനിട്ടൊക്കെ വണ്ടി. നമ്മളെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു ടോറസ് വലിച്ചു ചെയ്യാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ കുറേ ആൾക്കാർ വന്ന് കമൻ്റ് അടിച്ചു, വണ്ടിയുടെ ക്ലച്ച് പോയി, ഫ്ലൈ വീൽ കത്തിപ്പോയി, ചേസ് ബെൻഡായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഞാനൊരു 3 ഓഫ് റോഡ് ഞാൻ അടിച്ചിട്ടുണ്ട്. അതേ ഈ വണ്ടി വെച്ച് തന്നെയാണ് നമ്മളൊരു 9 ആളത് ഇപ്പോൾ വെച്ചിട്ട് ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ഈ പറഞ്ഞ ഫ്ലൈ വീലിൻ്റെ ഉള്ളിലേക്കും ക്ലച്ചിൻ്റെ ഉള്ളിലേക്കും ഫുള്ള് വെള്ളം കയറിയിട്ട് 9 ആളെയും കൊണ്ട് കയറ്റി പോകുന്നത്. നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഇപ്പോഴത്തെ നിസാം പാട്രോള് അല്ലെങ്കിൽ LC8 നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ പാട്രോളിനും LC-നൊക്കെ ഒരു 12 വട്ടം പെട്ടച്ച് ഡാക്കർ ടോപ്പ് എടുത്തുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിനൊക്കെ ഏകദേശം എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒന്ന് പഠിച്ച് പറയണത് നല്ലതായിരിക്കും തോന്നുന്നു.